നഗരസഭ വികസന ജാഥ വെള്ളിയാഴ്ച തുടങ്ങും. പി സാരി ഉദ്ഘാടനം ചെയ്യും. ജാഥ 3 ദിവസം നീണ്ടു നിൽക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. നിലമ്പൂർ നഗരസഭയിൽ കഴിഞ്ഞ 4 വർഷം LDF നടപ്പാക്കിയ വികസനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ വാഹന പ്രചരണ ജാഥയ്ക്ക് 14-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് നിലമ്പൂർ ടൗണിൽ തുടക്കം കുറിക്കുകയാണ്. ജാഥ നഗരസഭയിലെ 33 വാർഡിൽ ജനങ്ങളുമായി സംവദിച്ച് 16-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ചന്ദ്രക്കുന്നിൽ സമാപിക്കും. ഈ ജാഥയിലൂടെ ജനങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വികസന സന്ദേശ യാത്രയാണ് LDF ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് LDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ 80% പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞതായി LDF നേതാക്കൾ അവകാശപ്പെട്ടു. നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലും രാഷ്ട്രീയ വിവേചനമോ പക്ഷപാതമോ ഇല്ലാതെ വികസനം നടപ്പാക്കിയിട്ടുണ്ട്. റോഡ്, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, മാലിന്യ നിർമ്മാർജ്ജനം, കായികം, SC/ST, വയോജന, ഭിന്നശേഷി സംരക്ഷണം തുടങ്ങിയ രംഗത്തെല്ലാം ശ്രദ്ധേയമായ വികസനങ്ങൾ നടപ്പാക്കുവാൻ LDF ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. 7.36 കോടി രൂപയുടെ റോഡ് വികസനമാണ് നടന്നത്. 5000 രൂപയുടെ സബ്സിഡിയോടുകൂടി 3145 ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ നൽകി. നിലമ്പൂർ നഗരസഭ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച ജെറിയാട്രിക് വാർഡാണ് ജില്ലാ ആശുപത്രികളിൽ ആദ്യത്തെ വയോജന സൗഹൃദ വാർഡ്. മയ്യന്താനി പകൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും മറ്റ് 2 സ്ഥലത്ത് പകൽ വീട് തുടങ്ങുകയും ചെയ്തു. മുമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രം മികച്ച സൗകര്യങ്ങളോടെ വിപുലീകരിക്കുകയും പാട്രാക്ക, രാമൻകുത്ത് തുടങ്ങിയ 3 സ്ഥലങ്ങളിൽ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. നഗരസഭയിലെ എല്ലാ സർക്കാർ സ്കൂളുകളുടെയും പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിച്ചു. 70% ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളാക്കി. കായിക വികസനത്തിന് മയ്യന്താനി സ്റ്റേഡിയം സജ്ജമാക്കി. നഗരസഭയിലെ 90% വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുകയും ഹരിതസേന വിപുലീകരിക്കുകയും കാര്യക്ഷമമാക്കുകയും ചെയ്തു. സമഗ്ര മേഖലയിലും വികസനം നടപ്പാക്കുമ്പോഴും പ്രതിപക്ഷമായ UDFും കോൺഗ്രസും ലീഗും വികസനത്തെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും എന്നാൽ നഗരസഭയ്ക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ പരാതികളും വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളും ജനങ്ങളും തള്ളിക്കളഞ്ഞതായും LDF നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി നിലമ്പൂർ നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് 2010 നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ നഗരസഭയായി മാറുന്നത്. ഈ 2010 മുതൽ 2020 വരെ നീണ്ട 10 വർഷം 2 ടേം അധികാരത്തിലിരുന്നത് UDFിൻ്റെ ഭരണസമിതിയായിരുന്നു. 2020 ആ കഴിഞ്ഞ ഭരണസമിതിക്കെതിരായിട്ടുള്ള വലിയ ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഈ മുന്നണി നഗരസഭയിൽ അധികാരത്തിൽ വന്നു. ഈ 4 വർഷത്തിനിടക്ക് ഒട്ടനവധി മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുവാനും മുന്നോട്ട് പോകുവാനും ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത്. LDF പ്രചാരണ പത്രികയിൽ പറഞ്ഞിട്ടുള്ള വികസന ക്ഷേമ വാഗ്ദാനങ്ങളിൽ 80% പൂർത്തീകരിക്കാൻ ഈ 4 വർഷത്തിനുള്ളിൽ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഏറ്റവും ഈ പറയുന്ന 33 വാർഡുകളിലെയും ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ വാർഡിനകത്തും വികസന പ്രവർത്തനങ്ങൾ ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണസമിതിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 4 വർഷവും ഭരണസമിതിയിലെ പ്രതിപക്ഷമോ പുറത്തുള്ള UDFോ മറ്റു ഘടകകക്ഷികളോ വികസന കാര്യത്തിൽ ഒരു പക്ഷാഭേദം കാണിച്ചു, ആക്ഷേപം ഉന്നയിച്ചു എന്ന് പറയാൻ അവർക്ക് ആർക്കും അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ചായ വിവാദം, പകൽ വീട്, ചെയർമാന്റെ വാഹന ദുരുപയോഗം, ചൂരംകുളം നവീകരണം, പാട്ടുത്സവ നടത്തിപ്പ്, ആശ്രയ ഗുണഭോക്താക്കൾക്കുള്ള കിറ്റ് തുടങ്ങി UDF ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു. എന്നാൽ നേരത്തെ UDF ഭരണസമിതി നടത്തിയ അഴിമതി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്നും പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം തണ്ണീർത്തടം മണ്ണിട്ട് നികത്തിയതുൾപ്പെടെയുള്ള ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളും അഴിമതിയും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണെന്നും LDF നേതാക്കൾ പറഞ്ഞു. ഈ ഭരണസമിതി വന്നതിന് ശേഷം എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാടാണ് നിലമ്പൂരിലെ പ്രതിപക്ഷ പാർട്ടികളായ മുസ്ലിം ലീഗും കോൺഗ്രസും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങൾക്കെതിരെയും പരാതി നൽകി ആ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് 9 പരാതികൾ വിജിലൻസിനും ഓംബുഡ്സ്മാനും വിവിധ ഏജൻസികൾക്കുമെതിരെ ഈ ഭരണസമിതിക്കെതിരെ അവർ പരാതികൾ നൽകുന്നുണ്ട്. ആ 9 പരാതികളിൽ 8 എണ്ണവും ഇതിനോടകം ഏജൻസികൾ ഇത് കാര്യമില്ലാതെ കണ്ടെത്തി തള്ളിയിരിക്കുകയാണ്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച നിർമ്മാണം ഉടൻ തുടങ്ങും. നിലമ്പൂർ ടൗൺ വികസനം പൂർത്തീകരിക്കുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. LDF നിലമ്പൂർ നഗരസഭ വികസന ജാഥ 14 വെള്ളിയാഴ്ച വൈകുന്നേരം 6 നിലമ്പൂരിൽ P. സരിൻ ഉദ്ഘാടനം ചെയ്യും. ജാഥ 16 ഞായറാഴ്ച വൈകുന്നേരം 6 ചന്തക്കുന്നിൽ സമാപിക്കുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം കക്കാടൻ റഹീം, CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ, കേരള കോൺഗ്രസ് M ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയാക്കന തോപ്പിൽ, NCPS ബ്ലോക്ക് പ്രസിഡന്റ് പരന്തൻ നൌഷാദ് എന്നിവർ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, Nilambur.